ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വലിയ നോമ്പിൽ നടത്തിവരുന്ന കോതമംഗലം കൺവെൻഷന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 11 മുതൽ 15-ാം തീയതി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വലിയ നോമ്പിൽ നടത്തിവരുന്ന കോതമംഗലം കൺവെൻഷന് നാളെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷവും വലിയ നോമ്പിനനുബന്ധിച്ച് കാലങ്ങളായി നടന്നുവരുന്ന പ്രസിദ്ധമായ കോതമംഗലം കൺവെൻഷൻ മറ്റന്നാൾ 11-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 5 ദിവസങ്ങളിലാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. ഒരുപാട് ആളുകൾ വന്നുകൂടുന്ന, ഒരുപാട് നാനാദേശങ്ങളിൽ നിന്ന് വന്നുകൂടുന്ന ഒരു കൺവെൻഷനാണ്. നമ്മുടെ കോതമംഗലം മേഖലയിലുള്ള എല്ലാ പള്ളികളെയും സംബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ നടത്തി വരുന്നത്. എല്ലാ ദേവാലയങ്ങളിൽ നിന്നും വിശ്വാസികൾ കടന്നു വരുന്നു. 5 ദിവസവും നമ്മൾ പകൽ പള്ളിയിൽ ധ്യാനയോഗം ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയിലെ 5 സുവിശേഷ പ്രസ്ഥാനങ്ങളെയാണ് ഈ പകൽ ധ്യാനങ്ങൾ നടത്തുന്നത്. നമ്മുടെ കീഴിലത്തുള്ള സെന്റ് തോമസ് ധ്യാനകേന്ദ്രം, കോതമംഗലത്തുള്ള സെന്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രം, അതുപോലെ സുവിശേഷ പ്രസ്ഥാനമായ സെന്റ് പോൾസ് മിഷൻ, അതുപോലെ തന്നെ പൗരസ്ത്യ സുവിശേഷ സമാജം 4 ദിവസങ്ങളിൽ ഇവരാണ് ധ്യാനയോഗം നടത്തുന്നത്. 5 ദിവസത്തെയും കൺവെൻഷനിൽ പ്രഗത്ഭരായ വൈദികരും കത്തോലിക്ക സഭയുടെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിനന്ദ പിതാവായ തോമസ് തറയിൽ പിതാവും സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. ആദ്യത്തെ ദിവസം എത്രയും ബഹുമാനപ്പെട്ട ബേസിൽ ജേക്കബ് മഴുവനൂർ അച്ഛനാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത്. 2-ാമത്തെ ദിവസം അഭിനന്ദ തോമസ് തറയിൽ പിതാവ്. 3-ാമത്തെ ദിവസം വയനാട് ഉള്ള ബഹുമാനപ്പെട്ട ജാൻസൺ കുരുമറ്റത്തിൽ അച്ഛനാണ്. 4-ാമത്തെ ദിവസം മണർകാട് ഇടവാംഗമായിരിക്കുന്ന പ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗനായ എത്രയും വന്യ കുര്യാക്കോസ് മണവേൽച്ചിറ കോറപ്പിസ്കോപ്പ അച്ഛനാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത്. അവസാന ദിവസം നമ്മുടെ കാഞ്ഞിരമറ്റത്തുള്ള മെന്റലി ചാലഞ്ചറായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പെരിക്കൻ സെന്ററിന്റെ ഡയറക്ടർ എത്രയും ബഹുമാനപ്പെട്ട സാംസൺ മേലോത്ത് അച്ഛനാണ് വചന ശുശ്രൂഷ നടത്തുന്നത്. 5 ദിവസവും വളരെ അനുഗ്രഹകരമായ ദൈവവചനങ്ങളായിരിക്കും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മോർ സെവേറിയോസ് തിരുമേനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം മേഖലാ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഏലിയാസ് മോർ യൂലിയസ് തിരുമേനിയും അഭിവന്ദ്യ പിതാക്കന്മാരും പ്രഗത്ഭരായ സുവിശേഷകരും വചനപ്രഘോഷണം നടത്തും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കോതമംഗലം MLA ആന്റണി ജോണും വിശിഷ്ടാതിഥികളായി യോഗത്തിൽ പങ്കെടുക്കും. മാർച്ച് 11-ാം തീയതി ബുധനാഴ്ച മുതൽ 15-ാം തീയതി ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാനമസ്കാരവും തുടർന്ന് 101 അംഗ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും നടത്തും. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ സഭയിലെ വിവിധ സുവിശേഷ സംഘങ്ങളുടെ നേതൃത്വത്തിൽ രാവിലെ പള്ളിയിൽ പകൽ ധ്യാനവും ഉണ്ടായിരിക്കുന്നതാണ്. കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പള്ളിയിലേക്ക് വാഹനവും ക്രമീകരിച്ചിട്ടുണ്ട്. മാർച്ച് 11 ബുധനാഴ്ച റവറന്റ് ഫാദർ ബേസിൽ ജേക്കബ് മഴുവന്നൂർ, മാർച്ച് 12 ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, മാർച്ച് 13 റവറന്റ് ഫാദർ ജാൻസൺ കുറുമറ്റത്തിൽ, മാർച്ച് 14 വെരി റവറന്റ് ഫാദർ കുര്യാക്കോസ് മണലേൽച്ചിറ കോറപ്പിസ്കോപ്പ മണർകാട്, മാർച്ച് 15 റവറന്റ് ഫാദർ സാംസൺ മേലോത്ത് കാഞ്ഞിരമറ്റം എന്നിവർ വചനപ്രഘോഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ വികാരി ഫാദർ സാജു ജോർജ് കുരിക്കപ്പിള്ളിൽ, സഹവികാരിമാരായ ഫാദർ സിബി ഇടപ്പുളവൻ, ഫാദർ എൽദോസ് ചെങ്ങമനാട്ട്, ഫാദർ നോബി വെട്ടിച്ചിറ, ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ, ഫാദർ സിച്ചു കാഞ്ഞിരത്തുങ്കൽ, തന്നാണ്ട് ട്രസ്റ്റിമാരായ ബേബി പാറേക്കര, ബിനോയ് മണ്ണഞ്ചേരി, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലിം ചെറിയാൻ, എബി ചേലാട്ട്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.